കേരളത്തിന്റെ കണ്ണീർ കുരുന്നായി മാറിയ ആലിൻ ഷെറിൻ എബ്രഹാമിന് നാടിന്റെ വിട. സംസ്കാര ചടങ്ങുകൾ പത്തനംതിട്ട മല്ലപ്പള്ളിയിലെ നെടുങ്ങാടപ്പള്ളി CSI ദേവാലയത്തിൽ പൂർത്തിയായി. പത്തനംതിട്ട SP-യുടെ നേതൃത്വത്തിൽ ഔദ്യോഗിക പോലീസ് ബഹുമതികൾ നൽകി. നാലു പേർക്ക് പുതുജീവനേകി മടങ്ങുന്ന ആലിന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും മന്ത്രിമാരുമടക്കം അന്തിമ ഉപചാരവും അർപ്പിച്ചു. അമലാണ് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. അമൽ, ഏറെ ഹൃദയവേദനയോടെയാണ് നമ്മൾ ഇന്ന് ആ കാഴ്ചകളെല്ലാം കണ്ടത്. ആ കുഞ്ഞാലിന് വിട നൽകുന്നത് കേരളം ഒന്നടങ്കം കണ്ണീരോടെയാണ് ആലിന് പ്രണാമം നൽകിയത്. നിരവധി ആളുകളാണ് ആലിൻ്റെ വീട്ടിലേക്കും പിന്നീട് പള്ളിയിലേക്കും ഒക്കെ ഒഴുകിയെത്തിയത്. അവസാന ഒരു നിമിഷം ആ കുഞ്ഞിനെ ഒരു നോക്ക് കാണുവാനായി മാത്രം. ഏറെ നൊമ്പരത്തോടെയാണ് നമ്മളും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. പക്ഷേ നമുക്കതിൽ ആശ്വസിക്കാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മറ്റ് കുരുന്നുകൾക്ക് കൂടി ജീവൻ പകർന്നിട്ടാണ് ആലിൻ മടങ്ങുന്നത് എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് അക്ഷരാർത്ഥത്തിൽ നമ്മൾ മാലാഖ കുഞ്ഞെന്ന് ആലിനെ വിളിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ആലിന് എങ്ങനെയാണ് വിട നൽകിയത് കേരളം? സ്വാതി, ഭൂമിയിൽ എത്ര കാലം ജീവിച്ചുവെന്നല്ല, ജീവിച്ച കാലത്ത് എന്ത് ചെയ്തു നിങ്ങൾ എന്നതാണ് പ്രധാനം എന്ന പഴമൊഴിയെ ഓർമ്മിപ്പിക്കും വിധത്തിലായിരുന്നു ആലിൻ മരണത്തെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ആലിൻ ഷെറിൻ എബ്രഹാമിന്റെ മരണവും മസ്തിഷ്ക മരണവും അതിനുശേഷവും ഈ അവയവദാനവും കേരളത്തിലേറെ ചർച്ചകൾക്ക് വഴിവെച്ച ഒരു സംഭവമായിരുന്നു. പ്രത്യേകിച്ചും കേരളത്തിന്റെ അവയവദാന ചർച്ചയുടെ കാര്യത്തിൽ തന്നെ, അല്ലെങ്കിൽ അതിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യമായിരുന്നു ആലിന്റെ മരണവും അതേ തുടർന്നുണ്ടായ അവയവദാനവും എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. പ്രത്യേകിച്ചും 9 മാസം മാത്രം ഭൂമിയിൽ ജീവിക്കുവാൻ ഭാഗ്യം ലഭിച്ച ആ കുരുന്ന് നമ്മളെ വിട്ട് പിരിഞ്ഞപ്പോൾ, കുടുംബത്തെ വിട്ട് പിരിഞ്ഞപ്പോൾ മാതാപിതാക്കൾക്കടക്കം വലിയ രീതിയിലുള്ള വേദനയുണ്ടായിരുന്നു. പക്ഷേ സമൂഹത്തോടുള്ള കടമ പൂർത്തീകരിക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ ആലിന് നിത്യജീവിതം നൽകുവാൻ വേണ്ടിയിട്ട് 4 കുരുന്നുകളിലായി ആലിൻ ഇനി ജീവിക്കും. പ്രത്യേകിച്ചും ആലിൻ്റെ അവയവങ്ങൾ, 2 വൃക്കയും ഒരു കരളിൻ്റെ ഭാഗങ്ങളും അടക്കം മാറ്റം ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു കൊച്ചിയിലെ അമൃത ആശുപത്രിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കും കൊച്ചിയിലേക്കും മറ്റും കൊണ്ടുപോകുന്ന സമയത്തെല്ലാം വലിയ രീതിയിലുള്ള ട്രാഫിക് മറ്റും നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. അതുമാത്രവുമല്ല, അതുമായെല്ലാം ജനങ്ങൾ അങ്ങേയറ്റം സഹകരണത്തോടെയാണ് നിന്നത്. അങ്ങനെ ഒരു കാരണം കേരളത്തിൻ്റെ ഒരു ശ്രദ്ധ ഈ ഒരു വാർത്തയിലേക്ക് വന്നു. അതിനെ തുടർന്നാണ് മുഖ്യമന്ത്രി അടക്കം ഈ കുരുന്ന് യാത്ര നൽകുമ്പോൾ, ഈ കുരുന്നിന് യാത്ര നൽകുമ്പോൾ അത് എല്ലാ വിധത്തിലുള്ള ഔദ്യോഗിക ബഹുമതിയോടും കൂടി വേണമെന്ന് ഇന്നലെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞു. അതിനെ തുടർന്നാണ് ജനസാഗരം തന്നെയാണ് അതിന് അന്ത്യാമൊഴി അർപ്പിക്കുവാൻ വേണ്ടിയിട്ട് മല്ലപ്പള്ളിയിലെ പള്ളിയിലേക്ക് എത്തിയത്. ഇന്ന് 6 മണിയോട് കൂടിയാണ് ശവസംസ്കാരം നടന്നത്. ആൾത്തിരക്കുകൾ വരികയും ആലിനെ ഒരു അന്ത്യമായിട്ട് ഒന്ന് കാണുവാൻ വേണ്ടിയിട്ടുള്ള ആളുകളുടെ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് കുറച്ച് നേരം കൂടി പൊതുദർശനം നീളുകയും അതിനെ തുടർന്ന് ശുശ്രൂഷകളും സംസ്കാരവും എല്ലാം നീളുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. കുഞ്ഞു മാലാഖ കുരുന്നിൻ്റെ മുഖചിത്രങ്ങളായിരുന്നു ഇന്ന് കേരളത്തിൻ്റെ മാനവ ഹൃദയത്തിൽ, അല്ലെങ്കിൽ അവരുടെ സോഷ്യൽ മീഡിയ DPകളിൽ എല്ലാം തെളിഞ്ഞു നിന്നിരുന്നത്. പ്രത്യേകിച്ചും ആലിനെക്കുറിച്ച് നിരവധിയായിട്ടുള്ള അനുസ്മരണങ്ങളും ആലിൻ്റെ ത്യാഗത്തിന് വേണ്ടി, അല്ലെങ്കിൽ ആല് സമൂഹത്തിന് നൽകിയ സംഭാവനയെക്കുറിച്ചെല്ലാം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും സംസ്ഥാനത്തെ വീണ ജോർജും, മന്ത്രിമാരായ വീണ ജോർജും സജി ചെറിയാനും വി എൻ വാസവനും റോഷി അഗസ്റ്റിനും അടക്കമുള്ള നിരവധിയായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കളടക്കം ഇവിടെ വന്ന് അനുസ്മരിച്ചു. ദേശീയ തലത്തിൽ തന്നെ ഈ അവയവദാനവും മരണവും എല്ലാം ശ്രദ്ധിക്കപ്പെട്ട ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ചും സുരേഷ് ഗോപി പ്രധാനമന്ത്രി അടക്കം ആലിന് അനുശോചനം അർപ്പിക്കുന്നു എന്ന് വേദിയിൽ പറയുകയുണ്ടായി. അതോടൊപ്പം തന്നെ ആലിൻ്റെ ഈ ഒരു വിടവാങ്ങലിനെ ഒരു നല്ല പാഠമായി കാണുവാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ സമൂഹത്തിൻ്റെ പല കോണുകളിൽ നിന്ന് ഉണ്ടാകുന്നത്. പ്രത്യേകിച്ചും സമൂഹം ഒന്നാകെ അവയവദാനത്തിൻ്റെ ഒരു കാര്യത്തിലടക്കം ഒരു മാലാഖ കുഞ്ഞ്, അവളുടെ ആ ചിരി, വിട്ടുമാറാത്ത ആ ചിരി സമൂഹത്തെ ഒന്നാകെ ഇപ്പോഴും ഗാഢമായി ഇപ്പോഴും വേട്ടയാടുന്ന ഒന്ന് തന്നെയാണ്. പക്ഷേ വിധിയുടെ ഇത്തരത്തിലുള്ള വിളയാട്ടത്തിന് മുൻപിൽ നിസ്സഹായരായി നിൽക്കുന്ന ആ അമ്മയും അച്ഛനും അതോടൊപ്പം തന്നെ അവരുടെ കുടുംബം ഒന്നാകെ ഇന്ന് പറഞ്ഞത് സംഭവിച്ചതെല്ലാം നല്ലതിന്, ഇപ്പോൾ സംഭവിക്കുന്നത് നല്ലത്, ഇനി സംഭവിക്കാനിരിക്കുന്നത്
നല്ലതിന് എന്ന വാക്യത്തിൽ സ്വന്തം ജീവിതത്തിൽ വന്ന ദുരിതത്തെ അടക്കി നിർത്തുവാനാണ് ആ കുടുംബം ശ്രമിക്കുന്നത്. ആലിൻ ഷെറിൻ എബ്രഹാം എന്ന 9 മാസം മാത്രം പ്രായമുണ്ടായിരുന്ന കുഞ്ഞ് ഏപ്രിൽ 14-ാം തീയതി തന്നെയാണ് അമൽ എല്ലാവരുടെയും ഹൃദയങ്ങളിൽ ഇനി ആലിൻ ജീവിക്കും എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഒരു നല്ല മാതൃക നൽകുകയാണ്. വെറും 9 മാസം മാത്രം ഈ ഭൂമിയിൽ ജീവിച്ചതിന് ശേഷം ആ കുഞ്ഞു മാലാഖ മടങ്ങുന്നത് എന്നുള്ളതാണ്. ഒരുപാട് ആളുകൾ അനുശോചനം രേഖപ്പെടുത്തി. പ്രത്യേകിച്ചും ഇപ്പോൾ അമൽ സൂചിപ്പിച്ചതുപോലെ പ്രധാനമന്ത്രി അടക്കം മമ്മൂട്ടിയും മോഹൻലാലും കമൽഹാസൻ അടക്കമുള്ള ആളുകൾ ആലിന് അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്തു. നമുക്കും ഈ ഒരു സമയത്ത് ആ കുടുംബത്തിനൊപ്പം അവരുടെ ഒരു സന്തോഷം തിരികെ അവർ ഇതിലൂടെ കണ്ടെത്തട്ടെ. ആ കുട്ടിയുടെ ജീവനിലൂടെ ഒരുപാട് ആളുകൾ ജീവിക്കുന്നു എന്നതിലൂടെ കണ്ടെത്തട്ടെ എന്ന് നമുക്ക് ഈ ഒരു സമയത്ത് പ്രതീക്ഷിക്കാം.